എന്നേട്ടാ ചേട്ടൊരു കപ്പലിൻ്റെ ആയിട്ട് കപ്പലിന് വേണ്ടി ചേട്ടാ വെള്ളം വേണ്ട ചേട്ടാ വെള്ളം. മക്കൾ എവിടെന്നാ? ഇവിടെ തന്നെ ഉള്ളതാ. ഇവിടെ തന്നെ. പുതിയതായി വിവാഹം കഴിഞ്ഞവരാണല്ലേ? മോള് ചെന്ന് കയറിയ വീട്ടിൽ അപ്പനും അമ്മയും സുഖം തന്നെയല്ലേ? സന്തോഷം നിറഞ്ഞ വീടാവട്ടെ നിങ്ങളുടേത്. സാറിന് എന്താ ജോലി? എനിക്ക് ബിസിനസ്സാ. മോൾക്ക് വല്ല ജോലിയുണ്ടോ? ഇന്ന് എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിലേ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂ. അത് പോട്ടെ, ചേട്ടന് കാശ് എത്രയായി? 30 രൂപ. ഓ ഇതാ ജോണില്ലേ? ഇയാൾ എന്തിനാ കൂട്ടിയെ കൂടാതെ പണിക്ക് പോണത്? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മാഡം. ഏയ്, കൈവിട്ടുപോയ ജീവിതങ്ങളാണ്. നമുക്ക് നാളെ ഇതിലപ്പുറവും വരാം. പൊട്ടിയ പട്ടം പോലെ കണ്ടില്ലേ? ഈ ഭ്രാന്തിന്റെ പിറകിലും ഉണ്ടാവും ആരും തിരിച്ചറിയാതെ പോയ വേദനിക്കുന്ന ഒരു കഥ, അല്ലേ? നല്ല ചൂടുണ്ടല്ലോ. അതാണ് എൻ്റെ ജോൺ. ജോൺ ഒരമ്മ പെറ്റില്ലെന്നേ ഉള്ളൂ. ജോൺ എൻ്റെ ചേട്ടനാണ്. പ്രായം കൊണ്ട് ഒരു പായിൽ ഉറങ്ങിയും ഒരു പാത്രത്തിലുണ്ടും കളിച്ചു വളർന്നവരാണ് ഞങ്ങൾ. ആക്ച്വലി അയാൾക്ക് എന്താ സംഭവിച്ചത്? ഐ മീൻ, അയാൾ ഈ അവസ്ഥയിലെത്താനുണ്ടായ കാരണം എന്തായിരുന്നു? കഴിഞ്ഞിട്ട് വന്നാൽ പറഞ്ഞില്ല. ഇരിക്കുന്നുണ്ടല്ലേ 2 എന്താണ് നേരം കുറയില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് കടല് കണ്ടിരിക്കല്ലേ. ജോണെ, നീ ഇരിക്കടാ. ആയിക്കോട്ടെ. എടി നോക്കിയേ, ഇത് ഇപ്പുറത്തല്ലേ ഉണ്ടായിരുന്നേ? അതപ്പുറത്തല്ലേ? ശ്രദ്ധിച്ചോ? എനിക്കറിയില്ല. ഒരു കുഞ്ഞനക്കുണ്ട്. കുഞ്ഞനൊക്കെ അനങ്ങുന്നുണ്ടാ? പന്തോളം വെച്ച് ഔട്ടണുണ്ടാവും അല്ലേ? അത് ചില നേരത്തൊക്കെ ഉള്ളൂ. ചില സമയത്തൊക്കെ. എപ്പോഴും തോന്നണ്ടോടാ, തൊഴി കിട്ടും. ജോണേ, മോള് വളരുകയാണ്. അവളെ കടൽ വെള്ളം തൊടാതെ വളർത്തുക എന്ന് പറയുന്നത് ഒരു തെറ്റായ തീരുമാനമായി മാറും ഒരു ദിവസം. നമ്മൾ ജീവിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ എൽദോ. ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോയില്ലേ? എത്ര കുടുംബങ്ങൾ അവിടെ എവിടെയായി. എന്നിട്ടോ അതിനൊരു പേര് കിട്ടും, സുനാമിന്ന്. ജോണേ, ഈ കടലിനെ ആസ്വദിക്കാത്തവരായിട്ട് ആരാണ് ഉള്ളത്? ഈ കടലിനോളം കാണാൻ കാഴ്ചയുള്ളത് വേറെ എന്തിനാണ്? തിരമാലകൾ തൊടാതെ പോകുന്ന ഏത് കാൽപാദങ്ങളെയാണ് എനിക്കവിടെ കാണാൻ കഴിയുന്നത്? വാ. കളിക്കട്ടടാ. നിക്ക് മോളെ, പോവല്ലേ മോളെ, നിക്ക്. എന്താ മോളെ, എവിടേക്ക് പോകുന്നേ? വാ. മോൾക്ക് പോണോ അമ്മോരുടെ അടുത്തേക്ക്? മോളെ അങ്ങോട്ടൊന്നും പോരുത് കേട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കാം കുറച്ചു നേരം. ഇവിടെ ഇരിക്കാം. ജോണേ, എന്താ നീ പറയണേ?
കുട്ടിയോടാണോ നിന്റെ കോപം? ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുള്ളതാ ഇവിടം വിട്ടു പോകാമെന്ന്. അപ്പം നിനക്ക് ഓർമ്മകൾ ഉറങ്ങുന്ന ഭൂമി, കടല്, കോപ്പും. നമുക്ക് ഇവിടെ തന്നെ ജീവിക്കേണ്ട എടുത്തോ. മോളെ പഠിപ്പിച്ച് വലിയൊരു നിലയിലാക്കണം. പട്ടണത്തിലേക്ക് നമുക്ക് ഇവിടെ കല്യാണം കഴിപ്പിച്ചയക്കണം. അത് കണ്ട് ഇവളുടെ അമ്മമാർ സന്തോഷിക്കണ്ടേ? മതിയെടാ അവൾക്ക്. കുറച്ചും കൂടി. വേണ്ട വേണ്ട. നേരെ പിടിച്ചോ. അപ്പൊക്കെ അതൊക്കെ ഉണ്ട് കേട്ടോ. നേരെ നേരെ. പോട്ടെ, പോട്ടെ, പോട്ടെ. അപ്പൊ വിടണു, അപ്പൊ വിടണു, വിട്ടു, വിടും. ആ, ആ. അവള് കുറച്ച് കളിക്കട്ടാ. മോളെ എന്താ കാണിക്കുന്നത്? നീ കേറിയ ആ കുട്ടി വെള്ളത്തിലേക്ക് തന്നെ പോവുള്ളൂ. നിനക്കെന്താ അവളറിയാത്ത കടലാണോ? നീ തന്നെ പറയണത്. അത് സാരില്ല, നമുക്ക് നാളെ കേൾക്കാം. കുഴപ്പമില്ല. നീ മോളെ മോളെ ചായ എടുക്കട്ടെ? കുടിച്ചോപ്പാ. എടാ മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ. എനിക്ക് കയ്യും കാലും വിറയ്ക്കണ്ട കേട്ടോ. ഡാ ഞാനത് മറന്നൂടാ. ഇന്നയാൾ കാശ് എന്തെങ്കിലും വിവരം അറിയും. ആ നേരത്ത് നീ ഒരുമാതിരി വർത്തമാനം പറഞ്ഞുകൊണ്ട് വരരുത്. ഇതിലും ഭേദം ഇവിടെ ഇരുന്നാ പോരായിരുന്നു. അയാൾക്കുണ്ടാക്കി കൊടുക്കാൻ പോകേണ്ട കാര്യമുണ്ടാവും. ഇന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തും കേട്ടോ. എടാ 1 മാസത്തിൽ കൂടുതലായി പൈസ കിട്ടിയിട്ട് നിനക്ക് വല്ല അന്തവും കുന്തവും ഉണ്ടോ? അതിനിടയിൽ കൊറോണ. ആ കുട്ടി പഠിച്ച പണിക്ക് പോയാൽ മതിയായിരുന്നു. എന്നെ ഇത്രയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അതിനെങ്ങനാ? നീ അവനെ തലയിൽ കയറ്റി വെച്ചേക്കുമല്ലേ? അതിന് വലിയ അഭിമാനി അവൻ. അവൻ പണിക്ക് പോകത്തൂല്ല, പോകുന്നവരെ പറഞ്ഞയക്കൂല്ല. ജോണേ, എനിക്കവനെ പണ്ടേ ഇഷ്ടമല്ല. അവളുടെ ഇഷ്ടത്തിനാണല്ലോ എല്ലാം. അതിനെ പിന്താങ്ങാൻ നീയും. നിന്റെ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞാലുണ്ടല്ലോ ജോണേ, ഞാനവന് വെട്ടുട്ടോ. ആ കുട്ടിയാണെങ്കിൽ ഒന്നും പറയണൂല്ല. പ്രേമല്ലേ പ്രേമം. പട്ടിണിയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാടാ. അവൾ അടുത്തുണ്ടാവുമ്പോൾ നമുക്കൊരു ആശ്വാസമല്ലേടാ. നീ അവനങ്ങോട്ട് വിളിക്കടാ. നീ വേഗം പണി തീർത്തിട്ട് വാ. നീ സഞ്ചി എടുത്തില്ലടാ. ഓ, ഞാനത് മറന്നടാ. എന്താ അവിടെ ഒരാൾക്കൂട്ടം? ആ, നീ സഞ്ചി എടുത്തിട്ട് വാ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്താ അവിടെ? ജോണേ, ജോണേ, അയ്യോ അയ്യോ ജോണേ, അയ്യോ അയ്യോ ജോണേ, പോയിടാ ജോണേ. നിക്കടാ, ഓടടാ. അയ്യോ മോളെ
മോളെ നമ്മള് പോണാടാ മോളെ എഴുന്നേക്കടാ മോളെ മോളെ എഴുന്നേക്കടാ മോളെ മോളെ എഴുന്നേക്കടാ പോടാ എന്നെ പോടാടാ തൊടണ്ട ആരും തൊടണ്ട ജോണേ 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 അയ്യോ മോളെ ജോണേ അയ്യോ സോറി ഏട്ടാ, ചേട്ടന്റെ ജോണിനെ ഒന്നും അറിയാതെ വട്ടിൽ നിന്ന് വിളിച്ചതിന്. ഓ കുഴപ്പമില്ല നിങ്ങളെ. എൽദോ, നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല. ഒരുപാട് നന്മയും സ്നേഹവും മനുഷ്യത്വവുമുള്ള ഒരു വലിയ മനുഷ്യൻ. എൽദോയ്ക്ക് ജോണിനെ എങ്ങനെ തിരിച്ചു കിട്ടിയേ? വിശന്നപ്പോൾ ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊന്നവരാണ് നമ്മൾ. രക്തബന്ധത്തിനും സ്നേഹബന്ധത്തിനും ഒരു വിലയുമില്ലാത്ത ഈ കാലത്ത് നിങ്ങൾ മനുഷ്യനല്ല, ദൈവതുല്യനാണ്. ഒരു പാഴ്സൽ വാങ്ങാൻ പറ്റില്ല. ഇത് നിന്റെ സ്ഥിരം പരിപാടിയാണ്. നിന്റെ ചകള ഞാൻ അടിച്ച് പൊളിച്ചിട്ടുള്ള എന്താ ഏട്ടാ ഇത്? പ്രായമുള്ള ആളല്ലേ? പിന്നെ എന്താ വിശന്നിട്ടല്ലേ ഏട്ടാ? മേടിച്ചു വെച്ച ഫുഡ് എടുത്ത് കഴിച്ചിട്ടോ? കുഴപ്പമില്ല ചേട്ടാ, ഫുഡ് ഞാൻ വാങ്ങിത്തരാം. ഫുഡിന്റെ എല്ലാ പ്രശ്നം. താൻ എന്തത്? താൻ ആരത് എല്ലാവർക്കും ഫുഡ് വാങ്ങി കൊടുക്കാൻ? ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ലേ, എന്നോട് ഉണ്ട്. ഓരോരോ ചേട്ടാ, അയാൾക്ക് വിശന്നിട്ടല്ലേ? പുള്ളിക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്ക്. അയാൾക്ക് തീരെ സുഖമില്ലാഞ്ഞിട്ടല്ലേ? നമുക്കത് വാങ്ങിച്ചു കഴിക്കാനുള്ള കഴിവെങ്കിലും ഉണ്ട്, അയാൾക്കതില്ല. മാറിയിരിക്കോ ചേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. സാരില്ല. ജോണേ ഡാ, എന്താ പറ്റിയത്? ഏയ് കുഴപ്പമൊന്നുമില്ല, ഇവര് വെറുതെ. ജോണേ, ഇത് ഞാനാടാ.
ജോണേ, ഡാ ജോണേ, എണീക്കടാ, കഞ്ഞി കുടിക്കണ്ടേ? കുറച്ചും കൂടെ ചോറ് ഇട്ടടാ. ഡാ ചോറുണ്ടടാ. ഡാ ജോണേ, ജോണേ, നിനക്ക് എവിടെ നിന്നാടാ ഈ പട്ടം കിട്ടിയത്? നീ പറത്തടാ ജോണേ, എണീക്കടാ, പറത്തടാ ജോണേ. ആ പറത്ത്. ഉയരത്തില് പറത്തടാ. കണ്ടില്ലേ, ആ പൊട്ടിയ പട്ടം പോലെ ഓരോ ജീവിതവും. ഓരോ പട്ടത്തിനും അതിനെ നിയന്ത്രിക്കുന്ന ഒരു കൈയുണ്ട്. സ്വതന്ത്രമായ ഒരു പട്ടത്തിന് പറക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുപോലെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വളർച്ചയിൽ നമ്മളെ സഹായിക്കുവാൻ ദൈവം ചിലരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ദൈവത്തിന്റെ പദ്ധതികളുമുണ്ട്. അതിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യരുടെ പ്രവൃത്തികൾ മൂലം തകർന്നടിയുന്ന ബന്ധങ്ങളുണ്ട്. ആരെങ്കിലും സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ പോകുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചിതയൊരുക്കുകയാണെന്ന്. അതുകൊണ്ട് നമ്മെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും താഴേക്ക് വലിച്ചു താഴ്ത്താതെ അവരുടെ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികളായി തീരുക. അവരുടെ വളർച്ച നമ്മളുടെയും വളർച്ചയായിരിക്കും.